നമുക്കൊന്ന് അല്ലമീനിലേക്ക് പോകാം. റോഷിമാൻ അവിടെ തന്നെ തുടരുക. അല്ലമീൻ, എന്താണ്, എവിടെയാണ് പ്രശ്നം? പോലീസ് വലിയ ആശങ്കയിൽ നിൽക്കുകയാണ്. മേപ്പറമ്പ് വേഴങ്കര ഭാഗത്ത് വീണ്ടും ഒരു തർക്കമുണ്ടായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ഒരു ബൂത്തിൽ വന്ന് കയറുമ്പോഴാണ് ചില പ്രവർത്തകർ, അതിപ്പോൾ വോട്ടർമാർ തമ്മിലാണ് വാക്കേറ്റം ഉണ്ടാകുന്നത്, സ്ഥാനാർത്ഥിയോടല്ല. സ്ഥാനാർത്ഥി ഒരു പോളിംഗ് ബൂത്തിനകത്ത് കയറുന്നു, അദ്ദേഹത്തിന്റെ പാസ് ഉപയോഗിച്ച് പോളിംഗ് ബൂത്തിനകത്ത് കയറുന്നു. വലിയ നീണ്ട നിര ഇവിടെയും പ്രകടമായിരുന്നു. അപ്പോൾ ഒരാളാണ് ഇത് പാടില്ല, ആൾക്കാർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞ് ഒരാൾ ഒരു തർക്കം ഉന്നയിക്കുന്നു. അപ്പോൾ വരിയിൽ നിൽക്കുന്ന മറ്റാളുകൾ അയാൾക്കെതിരെ തിരിയുകയായിരുന്നു. കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോലീസുണ്ട്, സ്ഥാനാർത്ഥി വരുന്നതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പറയുകയായിരുന്നു. എന്ന് മാത്രമല്ല, നിരവധി പേർ ഇപ്പോഴും ഈ പോളിംഗ് ബൂത്തിന് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ 6 മണി കഴിയുമ്പോൾ വോട്ട് ചെയ്യാനാകുമോ എന്നുള്ള സംശയം കൂടി പലർക്കുമുണ്ട്. അപ്പോൾ അതും ഒരു തർക്കമായി നിൽക്കുകയാണ്. കാരണം 6 മണി കഴിയുമ്പോൾ ഈ കാലതാമസം ഉണ്ടായി കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനാകാതെ മടങ്ങിപ്പോകേണ്ടി വരും എന്നുള്ള ആശങ്ക കൂടിയും അവർ പങ്കുവെക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥികളും മാധ്യമങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ പകർത്തിയതിനും അവർ എതിർക്കുന്നുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥികളും മാധ്യമപ്രവർത്തകരും ഇങ്ങനെ വരുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനാകാതെ മടങ്ങേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ആ പ്രശ്നം പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് വരിയിൽ നിന്ന് മറ്റാളുകൾ തന്നെ രംഗത്തേക്ക് വരികയും ചെയ്തു. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ പോലീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലീസുകാർ തന്നെ ഇപ്പോൾ ആ കോമ്പൗണ്ടിൽ ഒരു ചെറിയ ബിൽഡിംഗ് ആണ്, ആ ബിൽഡിങ്ങിനകത്തേക്ക് ഈ പ്രവർത്തകരെ, അതായത് പ്രവർത്തകരല്ല, ഈ വോട്ടർമാരെ, പുറത്ത് കാത്തു നിന്ന വോട്ടർമാരെ പൂർണ്ണമായും വോട്ട് ചെയ്ത് മടങ്ങാനാകുമെന്ന്. വോട്ട് ചെയ്യുന്നില്ലേ? വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്നവരാണ്. വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്നവരാണ് എല്ലാവരും. ഇതിനിടയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനുള്ളവരാണ് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. എന്ന് മാത്രമല്ല, പോലീസ് അവരെല്ലാം ഉള്ളിലേക്ക് കയറ്റാനായി ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്.